ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്തെ ഞങ്ങളുടെ ചെറിയ ഗ്രാമത്തിലെ ഞങ്ങളുടെ അമ്പലമാണ് കുട്ടന്തറ ക്ഷേത്രം. എൻ്റെ അമ്മ ജനിച്ചു വളർന്നത് ഇവിടെയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ അമ്മയുടെ വീട്. ഇതൊക്കെ കാണാൻ വേണ്ടി എല്ലാ വർഷവും കാത്തിരിക്കുന്ന ജനലക്ഷങ്ങളാണ് നമ്മുടെ ഏരിയയിലുള്ളത്. കാരണം ഈ ഒരു കാഴ്ച അപൂർവമല്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരുക്കി വെച്ചേക്കുന്ന മാലയാണത്. അമ്മ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. പണ്ട് അമ്മൂമ്മ പോച്ച എത്താനൊക്കെ വരുമ്പോൾ കൂടെ എനിക്ക് ഇവിടെ വന്നില്ലെങ്കിൽ ഒരു ഉറക്കവും വരത്തില്ല. ഇവിടെ തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കേട്ടോ. ഓരോരോ ദേവിമാരെ എടുത്ത് വെളിയിലേക്ക് വെക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണുന്നത് അമ്മയുടെ ആ ദേവി വിഗ്രഹം വെളിയിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് മുടിയാണ്. അത് എന്നോട് പലരും ചോദിച്ചു ഇത് ഏത് ക്ഷേത്രത്തിലെയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഈ ഒരു കാഴ്ച കാണാനാണ് അവിടെ കൂടി നിൽക്കുന്ന ജനലക്ഷങ്ങൾ. എൻ്റെ ചേച്ചിമാർക്കൊന്നും ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവർ ലൈവായിട്ട് ഇത് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാനും എടുത്ത് വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം അവരെവിടെയാണെങ്കിലും അവർക്ക് അമ്മയുടെ അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും ഉണ്ടാവും. അമ്മയ്ക്ക് ഇഷ്ടം പോലെ മാല കിട്ടി. അതുപോലെ നേർച്ചകളൊക്കെ നേർന്ന താലി, അങ്ങനെയൊക്കെ ഒരുപാട് അമ്മയ്ക്ക് മാല തന്നെ കിട്ടി. ആ മാലയൊക്കെ പിന്നീട് ഓരോരുത്തർക്ക് എറിഞ്ഞെറിഞ്ഞ് കൊടുത്തു. ഓരോരുത്തർ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അമ്മയെ ഇറക്കി നേരെ അമ്പലത്തിലേക്കാണ് കൊണ്ടുപോകാനുള്ള കാഴ്ചയാണിത്. അമ്മ ഇവിടെ കാവിന് ചുറ്റും അതായത് എഴുന്നള്ളിച്ച് എല്ലായിടവും വലത്തിട്ടിട്ടാണല്ലോ നമ്മൾ സാധാരണ ക്ഷേത്രത്തിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളാണ് എടുക്കുന്നതും കാണുന്നതും. ഇവിടെ മെയിനായിട്ടുള്ള ഒരു വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ പറത്തലാണ്. വെറ്റ പറത്തി എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ നേർച്ചയാണ് ഓരോരുത്തടുത്തും. അപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയൊരു നേർച്ച എന്ന് പറഞ്ഞാൽ വെറ്റ പറത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ മുമ്പേയും കണ്ടത്. അപ്പോൾ ഈ ഒരു കാഴ്ചയെന്ന് പറയുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലേ, ഈ മുടി എഴുന്നള്ളത്തും രൂപമൊക്കെ. പക്ഷേ ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗ്രാമത്തിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ്. ഇത് വല്ലിച്ചനോട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകുന്ന വഴിയാണ്. അവിടുന്ന് നേരെ ദേവിയെ പിന്നെ ഇറക്കുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു പുഷ്പം കൊണ്ട് ദേവിയെ എഴുന്നള്ളിപ്പിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നതിന് വലിയൊരു ഭാഗ്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അവിടെ നിന്ന് ദേവിയെ എഴുന്നള്ളിപ്പിച്ച് നേരെ നമ്മൾ ആലിൻ്റെ ചവിട്ടി കുറച്ച് നേരം ഇരുന്നു. പൂജയൊക്കെ കഴിഞ്ഞു നേരെ അമ്മ അമ്പലത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് 3 വലത്തൊക്കെ ഇട്ടതിന് ശേഷം ദേവി അവിടെ ഇരുത്തി കഴിഞ്ഞതിന് ശേഷം അവർ പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഉച്ചയ്ക്ക് അവിടെ ഊണൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് എല്ലാം റെഡിയായിട്ട് പിന്നെ നമ്മൾ കണ്ടു തൊഴണമല്ലോ. എല്ലാ വർഷവും ഞാൻ പോയി ദീപാരാധന കണ്ട് തൊഴുന്നതാണ്. അപ്പോൾ അവിടെ താലപ്പൊലിയുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ നിന്നും നേർച്ചയാണ് താലപ്പൊലി എന്ന് പറയുന്നത്. ഞാൻ പോയി തൊഴുതു, പ്രസാദമൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ കാവിൻ്റെ അടുത്ത് വന്ന് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ ഈ വർഷത്തെ മുടിയെഴുന്നള്ളത്തും അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.